നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മാറാടി പഞ്ചായത്തിലെ സിയോൺ നഗറിൽ പ്രദേശവാസികൾ നടത്തിവന്ന പ്രതിഷേധ സമരം വിജയം കണ്ടു. 31 ദിവസമായി തുടർച്ചയായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നടത്തിവന്നിരുന്ന ജനകീയ സമരമാണ് ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കിയതോടെ അവസാനിപ്പിച്ചത്. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയായ സിയോൺ നഗറിൽ പുതുതായി ആരംഭിക്കാനിരുന്ന കള്ളുഷാപ്പിനെതിരെ പ്രദേശവാസികൾ നടത്തിവന്ന ശക്തമായ പ്രതിഷേധ സമരം വിജയത്തിൽ. 31 ദിവസമായി തുടർച്ചയായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നടത്തിവന്നിരുന്ന ജനകീയ സമരമാണ് അവസാനിപ്പിച്ചത്. മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും പൊതുപ്രവർത്തകരും ചേർന്ന് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചത്. സമരക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് കള്ളുഷാപ്പിന്റെ ലൈസൻസ് റദ്ദാക്കിയതോടെ നാട്ടുകാർ സമരം അവസാനിപ്പിക്കാനെത്തിയ മാത്യു കുഴൽനാടൻ MLA നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മാലയിട്ടും പൊന്നാടി അണിയിച്ചുമാണ് സ്വീകരിച്ചത്. മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള അനുകൂല നടപടി ഉണ്ടായത്. വിജയത്തോടനുബന്ധിച്ച് സമരപ്പന്തലിൽ കേക്ക് മുറിക്കുകയും മധുരപലഹാരങ്ങളും പായസവും നാട്ടുകാർക്കും പങ്കെടുത്തവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഇതൊട്ടും അനുയോജ്യമല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു ജനവാസ മേഖല എന്നല്ല, ജനവാസ നിബിഡമായിട്ടുള്ളൊരു മേഖലയാണ്. ഇവിടെ തൊട്ടടുത്തൊരു കോളനി അടക്കം ഇത്രയും ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കുകൊണ്ടെന്ന് ഒരു ഷാപ്പ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് വന്ന് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചിരുന്നു. കോടതിയിൽ പരാജയപ്പെടുത്തി ഷാപ്പ് നടത്താമെന്നാണ് അവർ കണക്കൂട്ടിയത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് നമുക്കിത് ഒരു കൂട്ടുമ്പോൾ അറിയാലോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിക്കുന്നുണ്ട്. അവർക്ക് ഷാപ്പിനുള്ള ലൈസൻസ് ഇവിടെ അനുവദിച്ച് കിട്ടി. അപ്പോൾ അതിന് കാര്യകാരണങ്ങളില്ലാതെ നിഷേധിച്ചാൽ അത് കോടതി ചലഞ്ച് ചെയ്യുകയും ആ ഉത്തരവ് റദ്ദാക്കുകയും അങ്ങനെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യമിട്ടത്. നിത്യാരാധന ഉള്ളത് മഠത്തിലെ ചാപ്പലുകളിൽ ചിലപ്പോൾ നിത്യാരാധന കാണും. അതല്ലാത്തവിടത്തുള്ള ഞായറാഴ്ചയിൽ കുർബാന നടക്കണം. അപ്പോൾ അങ്ങനെയുള്ള പള്ളിയല്ല. അപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അയാൾ ഇതിന് ഒരു മറുവാദം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു വാദമാണ്. ഞാൻ പറഞ്ഞു ഇത് അങ്ങനത്തെ പള്ളി. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പള്ളി ഇങ്ങനത്തെ പള്ളിയെന്ന് ക്വസ്റ്റ്യനില്ല. പെന്തിക്കോസ്തുകാർ പ്രാർത്ഥിക്കുന്ന ആരാധനാലയം ചർച്ചും തന്നെയാണ്. അതിൻ്റെ അകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായ ഉത്തരവിൽ ചർച്ചിൻ്റെ ഡെഫിനിഷൻ അടക്കം കൊടുത്ത് അത് രേഖപ്പെടുത്തി. ആളുകളുടെ എതിർപ്പിൻ്റെ പേരിൽ കള്ളുഷാപ്പ് പൂട്ടി ഉത്തരവ് കിട്ടിയാൽ ഇവിടുത്തെ സ്ത്രീകളുടെയും ബഹുജനങ്ങളുടെയും പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കള്ളുഷാപ്പ് പൂട്ടി എന്നൊരു ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിൽ അങ്ങനെ ആളുകൾ പ്രക്ഷോഭിക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആളുകൾ എതിർക്കുന്നതിൻ്റെ പേരിൽ ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനം പൂട്ടാനുള്ള നിയമം നമ്മുടെ രാജ്യത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. ഇവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനുള്ള ശിക്ഷ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വെറുതെ ജനങ്ങളോട് വാശി പിടിക്കാനും ബലം പിടിക്കാനും വരരുത്. ആരെങ്കിലും കള്ളുഷാപ്പ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ബാർ നടത്തുന്നതിനോ ഞാൻ എതിരല്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഞാനിപ്പോൾ ഒരു മദ്യവിരുദ്ധ ആളാണെന്നല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. പക്ഷേ ഇതുപോലെ ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമരത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളെയും പ്രദേശവാസികളെയും കള്ളുഷാപ്പിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയ ഇവാനിയ മരിയ സജേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. അഭിനന്ദിക്കേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു അവരെ സമരരംഗത്ത് രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒന്നിച്ച് അണിനിരുന്ന ജനകീയ പോരാട്ടത്തിനൊടുവിൽ നീതി വരിച്ചതിന്റെ സന്തോഷത്തിലാണ് സിയോൺ നഗറിലെ നിവാസികൾ.
കള്ളുഷാപ്പിന്റെ ബോർഡ് ഇവിടെ വെച്ച് അന്ന് രാത്രി തന്നെ ആദ്യം ഞങ്ങള് MLA വിളിച്ചു. ആ വിളിച്ചപ്പോ തന്നെ MLA ഫോൺ എടുത്തു. അന്ന് മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഓരോ നിർദ്ദേശം നൽകുകയും അതിന് സഹായിക്കുകയും ചെയ്തു. MLAക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയൊക്കെ ഈ ഇതിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് 31 ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്ന് ഞങ്ങളെ സമരം ചെയ്ത് ഞങ്ങൾക്ക് വിജയം നേടിത്തന്ന എല്ലാ സാമൂഹിക പ്രവർത്തകരോടും MLAയോടും ഈ നാട്ടുകാരുടെ ഈ ഞങ്ങളുടെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവരെയും, പ്രത്യേകിച്ച് മീഡിയക്കാരെ ഒക്കെ ഞങ്ങൾ വിളിച്ചപ്പോഴെല്ലാം വന്ന് സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, മാടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി, കോൺഗ്രസ് മാടാടി മണ്ഡലം പ്രസിഡന്റ് PP ജോളി, വിവിധ വാർഡ് മെമ്പർമാർ, CPIM, BJP പാർട്ടി പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.